ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കപ്പലുകൾക്ക് തീയിടുമെന്ന് ഭീഷണി. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലിന് തീയിടുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്നാണ് കടലിടുക്ക് അടച്ചത്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി പാതയായി കണക്കാക്കപ്പെടുന്നു. ആഗോള എണ്ണയുടെ 1/5 ഭാഗവും ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ആഗോള ഊർജ്ജ വ്യാപാരം ഇതിനകം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഈ നീക്കം എണ്ണവില കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രൂഡ് ഓയിൽ വില 6% ഉയർന്നു. ഇത് ഉയർന്ന പെട്രോൾ വില വർധനവിലേക്ക് കൂടി കടക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് 4ാം ദിനവും ആക്രമണം തുടർന്ന് ഇറാൻ. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ അലർട്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് 4ാം ദിനവും ആക്രമണം തുടർന്ന ഇറാൻ. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ അലർട്ട് നൽകി. മേഖലയിൽ നിന്നും വലിയ സ്ഫോടന ശബ്ദം കേട്ടതായാണ് റിപ്പോർട്ട്. UAEയിൽ ഇറാൻ ആക്രമണം പ്രതിരോധിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സാഹചര്യങ്ങൾ വിലയിരുത്താനായി ദുബായ് മാളിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഉപപ്രധാനമന്ത്രി ഹംദാൻ രാജകുമാരനും ഒത്തുചേർന്നിരുന്നു. മധ്യപൂർവ്വ ഏഷ്യയിൽ സംഘർഷം തുടരുന്നു. പൊതുവേദിയിലെത്തി ബെഞ്ചമിൻ നെതന്യാഹു. സംഘർഷം മുറുകുന്നതിനിടെ ഇറാൻ ആക്രമണം നടത്തിയ ബെയ്ത് ഷെമേഷിൽ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശവാദത്തിന് പിന്നാലെയാണ് സന്ദർശനം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 9ഓളം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. സാധാരണക്കാരെ സംരക്ഷിക്കുമെന്നും ടെഹ്റാനെതിരെ തിരിച്ചടിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളെ തകർത്തുവെന്നും മരണസംഖ്യ ഉയരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. VP സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 1971, 1996 വടകരയിൽ നിന്നുള്ള MP ആയിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് മാനാരി ശ്മശാനത്തിൽ നടക്കും. ഭക്തിസാന്ദ്രം അനന്തപുരി. ഭക്തലക്ഷങ്ങൾ ഇന്ന് ആറ്റുകാലിൽ പൊങ്കാലയർപ്പിക്കും. ഇന്ന് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഭക്തലക്ഷങ്ങൾ ഇന്ന് ആറ്റുകാലിൽ പൊങ്കാലയർപ്പിക്കും. രാവിലെ 9:15 ശുദ്ധ പുണ്യാഹ ചടങ്ങുകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം നടക്കുക. ജില്ലയിൽ ഇന്ന് പൊതു അവധിയാണ്. തിരുവനന്തപുരം നഗരത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണമാണ്. തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. തുടർന്ന് അതേ ദീപം ക്ഷേത്രത്തിന് മുൻപിലെ പണ്ടാര അടുപ്പിലേക്കും പകരും. ഭക്തർ സ്വന്തം അടുപ്പുകളിൽ തീ കൊളുത്തുന്നത് ഇതിൽ നിന്നാണ്. പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷ ഉറപ്പാക്കുവാൻ 4000 പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നഗരം 4 സോണുകളായും 13 ഡിവിഷനുകളായും 29 സെക്ടറുകളായും തിരിച്ചാണ് ക്രമീകരണം. കൺട്രോൾ റൂം വഴിയാണ് ഏകോപനം. സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തികിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്ത്. രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണം എർദോഗൻ. ഇറാനിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ. UASഉം ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കുവാൻ തയ്യാറാണെന്ന് തുർക്കി പ്രസിഡന്റ് സന്നദ്ധത അറിയിച്ചു. ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ്. രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും കണ്ണുനീർ ഒഴുക്കുന്നത് നിർത്തണമെന്നും വർഷങ്ങളായി നമ്മുടെ പ്രദേശം അത് ആഗ്രഹിച്ചിരുന്ന ശാശ്വത സമാധാനം കൈവരിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, എർദോഗൻ പറഞ്ഞു. യുദ്ധത്തിൽ പങ്കുചേരില്ല. ഇറാന്റെ നിരായുധീകരണം അനിവാര്യം. നാറ്റോ. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരുവാൻ പദ്ധതിയില്ലെന്ന് നാറ്റോ. ഇറാനെതിരെയുള്ള USന്റെയും ഇസ്രായേലിന്റെയും സൈനിക നടപടിയെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പ്രശംസിച്ചു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണം അനിവാര്യമാണെന്നും ഇറാന്റെ നിരായുധീകരണം ആവശ്യമാണെന്നും നാറ്റോ പ്രതികരിച്ചു. എന്നാൽ സഖ്യമെന്ന നിലയ്ക്ക് ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരില്ലെന്ന് നാറ്റോ വ്യക്തമാക്കി. ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷി വികസിപ്പിക്കുവാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുന്നതിന് അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന നടപടി പ്രധാനമാണെന്ന് മാർക്ക് റുട്ടെ പറഞ്ഞു. എന്നാൽ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുവാനോ അതിന്റെ ഭാഗമാകുവാനോ നാറ്റോയ്ക്ക് യാതൊരു പദ്ധതിയും ഇല്ലെന്നും സഖ്യകക്ഷികൾ US ശ്രമങ്ങളെ പിന്തുണച്ചേക്കാമെന്നും
നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.